ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മിനി വ്ളോഗ് കണ്ടാലോ. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകാനൊക്കെ സെറ്റായിട്ടുണ്ട്. മൾബറി പഴുത്തിട്ടില്ലെങ്കിലും കോവക്ക ഇവിടെ പറിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്പോർട്സ് ആയതുകൊണ്ട് ഷൂസ് ഇടണ്ട, അതിൻ്റെ ഹാപ്പി നല്ല പോലെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ കുറേ എണ്ണത്തിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാട്ടെ ഞാൻ പോകുന്നത്. അപ്പോൾ തിരിഞ്ഞ് ഒരു ഓട്ടം ഉണ്ട്, അവൻ ഓടുന്ന വഴിക്കൊന്ന് തിരിഞ്ഞു നോക്കും. അങ്ങനെ ഓടരുത് കേട്ടോ, അങ്ങനെ ആയാൽ വീഴുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒക്കെ റെഡിയാക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അവനെ വണ്ടി കയറ്റി വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ചായയും നമ്മളെ സോയാബീൻ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയത്. ചപ്പാത്തി പരത്താനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് പ്രസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതാണ് ചെറുത്, നൈസ് പത്തിരിൻ്റെ വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല എന്താ പറയുക, ബിരിയാണിക്കൊക്കെ മസാല ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഉച്ചക്കേക്ക് ഫുഡിന് ചോറിനും ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഉച്ചക്കത്തെ ഫുഡിന് ചോറും കൊത്തഞ്ചക്കൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ രാവിലത്തെ മസാല ഉണ്ടായിരുന്നു, പിന്നെ നല്ല പുളിയുള്ള മോരുണ്ടായിരുന്നു. ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇങ്ങനത്തെ നാടൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ അത് വേറെ തന്നെയാണല്ലേ. അങ്ങനെ വൈകുന്നേരം മോൻ വരാനായിട്ടുണ്ട്. അപ്പോൾ അവൻ പോകുന്ന സമയത്ത് 2 പടക്കം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ഞാൻ ഒരു പടക്കം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ എന്തെങ്കിലും വാങ്ങി വെക്കാറുണ്ട് വീട്ടിൽ. എന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ആൾക്ക് വേണം. 1 രൂപൻ്റെ മുട്ടായി, ഒരു കുലുമുട്ടായി എങ്കിലും വേണം കേട്ടോ. അങ്ങനെ തുറന്ന് നോക്കുകയാണ്. ഇതിൽ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ പെരുങ്കച്ചറയായിരുന്നു കേട്ടോ. വാശി വന്നാൽ പിന്നെ ചില ദിവസം അങ്ങനെയാണല്ലോ, ഇവരെ മൂഡ് നമ്മൾ വിചാരിച്ച പോലെ ആവില്ലല്ലോ. ഞാൻ മുട്ടായിയൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് വന്ന വഴി തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഇട്ടച്ച് പോരാൻ പറ്റൂല, നായ്ക്കളുണ്ടായിരുന്നു പകൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടച്ച് പോന്നാൽ നായ്ക്കളെങ്ങാനും വന്ന് ഓടിച്ചാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സോപ്പിട്ട് കൊണ്ടുവരിക കേട്ടോ. സ്പോർട്സിലൊക്കെ കൂടി ഒന്നിനും സമ്മാനം കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അതൊന്നും സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സമ്മാനം വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പിട്ട് കൊണ്ടുവരിക കേട്ടോ. അങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇട്ടച്ച് പോരാനും പറ്റില്ല, കൊണ്ടുവരാനും പറ്റില്ല. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവനവിടെ വീണു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഫോട്ടോ എടുത്തെന്നും പറഞ്ഞിട്ട് എന്നെ കല്ലെടുത്ത് ഒരു ഏറിറങ്ങുന്നതാണ്. ജസ്റ്റ് മിസ്സായിരുന്നു. പിന്നെ അങ്ങനെ സോപ്പൊക്കെ ഇട്ട് വീട്ടിലെത്തിച്ച് എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് ഫ്രഷൊക്കെ ആക്കി വാട്ടർമെലൺ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ സ്ട്രോ വേണമെന്ന്, അടുത്ത എന്താ പറയുക, അടുത്ത കച്ചറക്കുള്ള വക സ്ട്രോ ഇല്ലാന്ന്. പിന്നെ അതിൽ പീസ് ഉണ്ട്, എനിക്ക് പീസ് വേണ്ട, വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് അരിച്ചിട്ട് അങ്ങനെ കൊടുത്തു. അങ്ങനെ കുറച്ച് കുടിച്ചു. പിന്നെ കഴിഞ്ഞ് വേറെ എന്തോന്നും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ ഇറങ്ങിയതാട്ടോ. ഈ പടക്കങ്ങളൊക്കെ ഇങ്ങനെ നിരത്ത് വെച്ചിട്ട് ചാടി പൊട്ടിക്കുക കേട്ടോ, ഓരോ ഹരങ്ങളെ. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് മുട്ടായും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്ന ചില സമയത്ത് ആൾക്ക് ഒരിതാണല്ലോ, അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞതാട്ടോ കണ്ടത്. പിന്നെ മുട്ടായിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പുളിമുട്ടായി കേട്ടത്. എന്നൊന്നും കൊടുക്കാറില്ല കേട്ടോ, ചില ദിവസങ്ങളിൽ മൂഡ് മാറ്റാൻ വേണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.